ഹായ്, വടക്കഞ്ചേരിയിലുള്ള അഡോൺ കൺസ്ട്രക്ഷൻസിന്റെ 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന പ്രൊജക്ടിന്റെ വർക്ക് സൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ പുട്ടി വർക്ക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചുമരിന്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് അതിന്റെ ഫിനിഷിംഗ് തന്നെയാണ്. അതിലൊരു വലിയ റോളാണ് പുട്ടി വർക്ക്സ് വഹിക്കുന്നത്. അപ്പോൾ ഒരു ചുമരിൽ പുട്ടി അടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പെട്ടെന്ന് വീട് പണി തീർക്കണമെന്നൊരു തത്രപ്പാടിൽ പലരും വാളിന്റെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് ക്യൂറിംഗ് പീരീഡ് കഴിഞ്ഞ ഉടനെ പുട്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിലായിരിക്കും മുന്നോട്ട് പോവുക. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്ലാസ്റ്ററിങ്ങിന് ശേഷമുള്ള ക്യൂറിംഗ് നടക്കുന്ന സമയത്ത് ഈ ബ്രിക്കുകളുണ്ടല്ലോ, ഇത് വാട്ടർ അബ്സോർവ് ചെയ്തിട്ടുണ്ടാവും. ആ വെള്ളം വെളിയിലേക്ക് പോകാനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ അത് കൊടുക്കാതെ നമ്മൾ പെട്ടെന്ന് പുട്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വെള്ളം പുറത്തേക്ക് വന്ന് പുട്ടി വർക്ക് ഡാമേജ് ആവാനുള്ള സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ക്യൂറിങ് കഴിഞ്ഞ് ഒരു 10-15 ദിവസത്തിൻ്റെ ഗ്യാപ്പ് ഇട്ട ശേഷം മാത്രമേ നമ്മൾ പുട്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ചുമരിനൊന്നും കൂടെ നല്ലത്. പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പുട്ടി അടിക്കാനുള്ള വാളുകളെല്ലാം തന്നെ ഡ്രൈ ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ പ്ലാസ്റ്റിക് ടൈമിൽ വന്നിട്ടുള്ള ചെറിയ ഗ്രൗട്ട് പോലെയുള്ള പ്രൊജക്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇതൊരു പുട്ടി സാൻഡറോ അല്ലെങ്കിൽ ബ്രഷോ ഉപയോഗിച്ച് ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയ ശേഷം മാത്രമേ പുട്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്യാവൂ. അതുപോലെ പുട്ടി മിക്സ് ചെയ്യാനായിട്ട് ഈ ഹാൻഡ് അല്ലെങ്കിൽ മാനുവലി മിക്സ് ചെയ്യുന്നതിന് പകരം ഒരു പുട്ടി മിക്സർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് മിക്സായി നല്ല പെർഫെക്ഷനോടെ നമുക്ക് പുട്ടി അടിച്ച് വാളുകൾ ക്ലീനായിട്ട് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് പുട്ടി വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ പുട്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ പുട്ടി അടിച്ചു കഴിഞ്ഞു, ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? അതിന് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു ലൈറ്റോ അല്ലെങ്കിൽ ടോർച്ചോ ഉപയോഗിച്ച് ചുമരിൽ അടിച്ചു നോക്കുക. അങ്ങനെ ക്ലോസ് ആയിട്ട് അടിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും ആൻഡുലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പുട്ടി വർക്ക് പെർഫെക്റ്റ് ആയിട്ടില്ല എന്നാണ്. അപ്പോൾ അത് ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ വാളുകൾ പെർഫെക്റ്റായി ഇപ്പോൾ പെയിൻറ്റിങ്ങിന് ശേഷം നല്ലൊരു ലുക്ക് കിട്ടുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതെല്ലാം ഫോളോ ചെയ്ത് കൃത്യമായി ചെയ്താലാണ് വലിയ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു വാള് നമുക്ക് കിട്ടുക. അതിനുശേഷം നമ്മൾ ഇതിൽ പെയിന്റ് ഒക്കെ ചെയ്ത് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് നമുക്ക് കിട്ടും.